എല്ലാ കൂട്ടുകാർക്കും സ്വാഗതം. നമ്മൾ ഓരോ ദിവസവും ചെയ്യുന്ന കാര്യങ്ങളെപ്പറ്റി എപ്പോഴെങ്കിലും ഒന്ന് ആലോചിച്ച് നോക്കിയിട്ടുണ്ടോ? വലിയ കണക്കുകൾ കൂട്ടുന്നത് മുതൽ നമ്മൾ പോലും അറിയാതെ ശ്വാസം വിടുന്നത് വരെ. ഇതിനെല്ലാം പിന്നിൽ നിങ്ങളുടെ തലച്ചോർ എന്നൊരു ഭയങ്കര സംഭവമുണ്ട്. അപ്പോൾ ഇന്ന് നമുക്ക് ഈ തലച്ചോറിൻ്റെ ലോകത്തേക്കൊന്ന് ഇറങ്ങിച്ചെല്ലാം. നിങ്ങളെ നിങ്ങളാക്കി മാറ്റുന്നത് എന്താണെന്ന് ഒന്ന് കണ്ടുപിടിക്കാം. അപ്പോൾ ആരാണ് നിങ്ങളുടെ ശരീരത്തിലെ യഥാർത്ഥ ബോസ്? നിങ്ങളുടെ ഹൃദയമിടിപ്പ് നിയന്ത്രിക്കുന്ന, നിങ്ങൾ കാണുന്ന സ്വപ്നങ്ങൾക്ക് വരെ കാരണമാകുന്ന ഒരാൾ. നിങ്ങളുടെ ഓർമ്മകൾ, നിങ്ങളുടെ വികാരങ്ങൾ, എന്തിന് നിങ്ങളുടെ സ്വഭാവത്തിന് പിന്നിൽ വരെ പ്രവർത്തിക്കുന്ന ഒരു ശക്തി. ആരാണത്? ശരി, ആ ബോസിനെ നമുക്കൊന്ന് നേരിട്ട് പരിചയപ്പെടാം. അതെ, അത് നിങ്ങളുടെ തലച്ചോറ് തന്നെയാണ്. നിങ്ങളുടെ ശരീരത്തിലെ കമാൻഡ് സെന്റർ. ലോകത്തുള്ള ഏത് സൂപ്പർ കമ്പ്യൂട്ടറിനേക്കാളും പവർഫുള്ളാണ് ഈ സംഭവം. സത്യം പറഞ്ഞാൽ ഒരു ചെറിയ LED ബൾബ് കത്തിക്കാനുള്ള കറണ്ട് ഉണ്ടാക്കാൻ വരെ നമ്മുടെ തലച്ചോറിന് പറ്റും. ഇത് നമ്മളിന്ന് കാണാൻ പോകുന്ന ഒരുപാട് അത്ഭുതങ്ങളിലൊന്നു മാത്രമാണ്. ശരി, അപ്പോൾ നമുക്ക് തലച്ചോറിന്റെ ഹെഡ്ക്വാർട്ടേഴ്സിലേക്കൊന്ന് പോകാം. ഒരു വലിയ കമ്പനി പോലെ തലച്ചോറിനും പല ഡിപ്പാർട്ട്മെന്റുകളുണ്ട്. ഓരോ ജോലിക്കും ഓരോ ഡിപ്പാർട്ട്മെന്റ്. ചിന്തിക്കാനൊരു വിഭാഗം, കാര്യങ്ങൾ ഏകോപിപ്പിക്കാൻ വേറൊരു ടീം, എന്തിനേറെ ഒരു സെക്യൂരിറ്റി ആൻഡ് ആർക്കൈവ്സ് ഡിപ്പാർട്ട്മെന്റ് പോലുമുണ്ട്. നമുക്ക് അവരെയൊക്കെ ഒന്ന് പരിചയപ്പെടാം. ഏറ്റവും വലുതും പ്രധാനപ്പെട്ടതുമായ ഡിപ്പാർട്ട്മെന്റിൽ നിന്ന് തന്നെ തുടങ്ങാം. സെറിബ്രം. അതെ, ഇത് സത്യമാണ്. നിങ്ങളുടെ തലച്ചോറിന്റെ ഭാരത്തിന്റെ 85% ഈ ഒരൊറ്റ ഭാഗമാണ്. അതായത് അത്രയധികം ബ്രെയിൻ പവറാണ് അവിടെ ഇരിക്കുന്നത്. നിങ്ങളിപ്പോൾ ഈ കാണുന്നത് മുതൽ നിങ്ങളുടെ അടുത്ത വലിയ ഐഡിയ വരെ, നിങ്ങൾ ചെയ്യുന്ന എല്ലാ കാര്യങ്ങൾക്കും നമ്മൾ നന്ദി പറയേണ്ടത് ഈ സെറിബ്രത്തോടാണ്. അപ്പോൾ ഇത്രയും വലിയൊരു ഭാഗം വെറുതെ ഇരിക്കുകയല്ല. സത്യത്തിൽ നിങ്ങളെ നിങ്ങളാക്കി മാറ്റുന്ന മിക്ക കാര്യങ്ങളും നിയന്ത്രിക്കുന്നത് ഈ സെറിബ്രമാണ്. നിങ്ങൾ ചിന്തിക്കുന്നത്, പുതിയ കാര്യങ്ങൾ പഠിക്കുന്നത്, പ്രശ്നങ്ങൾക്ക് പരിഹാരം കാണുന്നത് എല്ലാം ഇവിടെയാണ് നടക്കുന്നത്. നിങ്ങളുടെ വികാരങ്ങളെ മനസ്സിലാക്കുന്നതും നടക്കാനും ഓടാനും സഹായിക്കുന്നതും ഈ ഡിപ്പാർട്ട്മെന്റ് തന്നെ. ചുരുക്കി പറഞ്ഞാൽ, നിങ്ങളെ ചിന്തിക്കുന്ന, വികാരങ്ങളുള്ള ഒരു മനുഷ്യനാക്കി മാറ്റുന്നത് ഈ സെറിബ്രമാണ്. പക്ഷേ നമ്മൾ ചിന്തിക്കാതെ തന്നെ നടക്കുന്ന കാര്യങ്ങളോ? നമ്മൾ അറിയാതെ ശ്വാസമെടുക്കുന്നത്, കണ്ണ് ചിമ്മുന്നത്, അല്ലെങ്കിൽ നേരെ വീഴാതെ നിൽക്കുന്നത്, അതൊക്കെ ആരാണ് നോക്കുന്നത്? അതിനാണ് നമ്മുടെ ഏകോപന സംഘമുള്ളത്. ശരി, അടുത്തതായി നമുക്ക് തിരശ്ശീലയ്ക്ക് പിന്നിൽ നിന്ന് നിങ്ങളെ മുന്നോട്ട് കൊണ്ടുപോകുന്ന ഈ ടീമിനെ പരിചയപ്പെടാം. ഈ ടീമിലെ പ്രധാനപ്പെട്ട 2 പേരാണ് സെറിബെല്ലവും ബ്രെയിൻ സ്റ്റെമ്മും. സെറിബെല്ലം ഒരു ഓർക്കസ്ട്ര കണ്ടക്ടറെ പോലെയാണെന്ന് വെച്ചോ. നിങ്ങളുടെ ശരീരത്തിലെ എല്ലാ ചലനങ്ങളെയും ഏകോപിച്ച് നിങ്ങൾ സ്മൂത്തായി നടക്കുന്നു, ഓടുന്നു എന്നൊക്കെ ഉറപ്പാക്കുന്നത് ഈ ആളാണ്. അപ്പോൾ ബ്രെയിൻ സ്റ്റെമ്മോ? അതൊരു സ്റ്റേജ് മാനേജറെ പോലെയാണ്. ലൈറ്റ്, സൗണ്ടൊക്കെ കറക്റ്റാണെന്ന് നോക്കുന്ന പോലെ നമ്മളറിയാതെ നടക്കുന്ന എല്ലാ ഓട്ടോമാറ്റിക് കാര്യങ്ങളും നോക്കുന്നത് ബ്രെയിൻ സ്റ്റെമ്മാണ്. ഇവർ 2 പേരും ചേർന്നാണ് നിങ്ങളെ ചലിപ്പിക്കുന്ന ഒരു ഡ്രീം ടീം. അപ്പോൾ ഈ ബ്രെയിൻ സ്റ്റെം ചെയ്യുന്ന, നമ്മൾ ഒരിക്കലും ചിന്തിക്കുക പോലും ചെയ്യാത്ത കാര്യങ്ങൾ എന്തൊക്കെയാണ്? അവ നമുക്ക് ജീവിക്കാൻ അത്യാവശ്യമായ കാര്യങ്ങളാണ്. ശ്വാസമെടുക്കുന്നത്, ഹൃദയം പിടിക്കുന്നത്, കഴിച്ച ഭക്ഷണം ദഹിക്കുന്നത്, അങ്ങനെ പലതും. നിങ്ങളുടെ ശരീരത്തിലെ ആരും ശ്രദ്ധിക്കാത്തൊരു ഹീറോയാണ് ഈ ബ്രെയിൻ സ്റ്റെം. അടുത്ത സ്ലൈഡിൽ നമുക്ക് ആ ഹീറോയ്ക്ക് അർഹിക്കുന്നൊരു കയ്യടി കൊടുക്കാം. അതെ, നിങ്ങളെ ജീവനോടെ നിർത്തുന്ന ഓട്ടോമാറ്റിക് കാര്യങ്ങളുടെ എല്ലാം ചുമതല ഈ ബ്രെയിൻ സ്റ്റെമ്മിനാണ്. നിങ്ങൾ ശ്വാസമെടുക്കുന്നുണ്ടെന്നും നിങ്ങളുടെ ഹൃദയം മിടിക്കുന്നുണ്ടെന്നും നിങ്ങളുടെ ഭക്ഷണം ദഹിക്കുന്നുണ്ടെന്നും ഉറപ്പാക്കുന്നത് അതാണ്. അതും നിങ്ങളൊട്ടും അറിയാതെ തന്നെ. അതുകൊണ്ട് ഒരു നിമിഷം നിങ്ങളുടെ ബ്രെയിൻ സ്റ്റെമ്മിന്റെ ഈ കഠിനാധ്വാനത്തിന് ഒരു നന്ദി പറയാം, അല്ലേ? ഇനി നമുക്ക് തലച്ചോറിലെ സെക്യൂരിറ്റി ആൻഡ് ആർക്കൈവ്സ് ഡിപ്പാർട്ട്മെന്റിനെ കാണാം. അമിഗ്ഡാല. പേരുകേട്ട് പേടിക്കണ്ട, ഇത് വളരെ ചെറിയൊരു ഭാഗമാണ്, പക്ഷെ പണി ഭയങ്കര വലുതാണ്. നിങ്ങളുടെ വികാരങ്ങൾ മുതൽ പഴയ ഓർമ്മകൾ വരെ ഏറ്റവും സെൻസിറ്റീവായ വിവരങ്ങൾ കൈകാര്യം ചെയ്യുന്നത് ഈ ഡിപ്പാർട്ട്മെന്റാണ്. അപകടം വരുമ്പോൾ നമ്മളെ രക്ഷിക്കുന്നതും നമ്മുടെ ഏറ്റവും വിലപ്പെട്ട ഓർമ്മകൾ സൂക്ഷിക്കുന്നതും ഈ അമിഗ്ഡാലയാണ്. ശരിയാണ്, ഒരു ചെറിയ ബദാമിൻ്റെ അത്രയുള്ളൂ ഈ അമിഗ്ഡാല. ഒരു ബദാം പോലെ തന്നെ ഇതിനുള്ളിലും ഒരുപാട് ശക്തി ഒളിഞ്ഞിരിപ്പുണ്ട്. ഒന്ന് ആലോചിച്ചു നോക്കൂ, നിങ്ങളുടെ തലച്ചോറിനുള്ളിലെ ഈ കുഞ്ഞൻ ഭാഗമാണ് നിങ്ങളുടെ പല പ്രധാനപ്പെട്ട കാര്യങ്ങളും നോക്കുന്നത്. ഇതെന്തൊക്കെയാണ് ചെയ്യുന്നതെന്ന് നമുക്ക് അടുത്തതായി നോക്കാം. അപ്പോൾ ഈ കുഞ്ഞൻ അമിഗ്ഡാലയുടെ പ്രധാന പണികൾ എന്തൊക്കെയാണ്? സന്തോഷം, സങ്കടം, ദേഷ്യം, പേടി, നിങ്ങളുടെ എല്ലാ വികാരങ്ങളുടെയും കൺട്രോൾ ഇവിടെയാണ്. അതുപോലെ അപകടം വരുമ്പോൾ പെട്ടെന്ന് പ്രതികരിക്കാനുള്ളൊരു തോന്നൽ തരുന്നതും ഈ അമിഗ്ഡാലയാണ്. പിന്നെ നിങ്ങളുടെ ജീവിതത്തിലെ ഏറ്റവും പ്രധാനപ്പെട്ട ഓർമ്മകൾ, ഉദാഹരണത്തിന് നിങ്ങളുടെ കല്യാണ ദിവസം, അല്ലെങ്കിൽ ആദ്യമായി ഒരു സമ്മാനം കിട്ടിയത്, അങ്ങനെയുള്ള ഓർമ്മകൾ സൂക്ഷിക്കാൻ സഹായിക്കുന്നതും ഇതുതന്നെ. ചുരുക്കി പറഞ്ഞാൽ, നിങ്ങൾക്ക് ജീവനുണ്ടെന്ന് തോന്നിപ്പിക്കുന്ന ഒരു ഭാഗമാണിത്. അപ്പോൾ നമ്മൾ തലച്ചോറിലെ പ്രധാന ഡിപ്പാർട്ട്മെന്റുകളെയൊക്കെ കണ്ടു, അല്ലേ? എന്നാൽ ഇതിലുമപ്പുറം ചില രഹസ്യങ്ങളൊക്കെയുണ്ട് നമ്മുടെ തലച്ചോറിനെ.
നിങ്ങൾ ചിലപ്പോൾ കേട്ടിട്ട് പോലുമില്ലാത്ത ചില കിടുക്കൻ കാര്യങ്ങൾ. ശരി, അടുത്തതായി നമുക്ക് തലച്ചോറിന്റെ ചില അത്ഭുത രഹസ്യങ്ങൾ എന്തൊക്കെയാണെന്ന് നോക്കാം. അതെ, നിങ്ങൾ കേട്ടത് ശരിയാണ്. നിങ്ങളുടെ തലച്ചോറ് ശരിക്കും വൈദ്യുതി ഉണ്ടാക്കുന്നുണ്ട്. 12 മുതൽ 25 വാട്ട്സ് വരെ. ഇത്രയും പവർ കൊണ്ട് നമുക്ക് എന്തൊക്കെ ചെയ്യാൻ പറ്റുമെന്നാലോചിച്ച് നോക്കൂ. അടുത്ത സ്ലൈഡിൽ ഈ പവർ വെച്ച് ചെയ്യാൻ പറ്റുന്ന ഒരു അത്ഭുതകരമായ കാര്യം ഞാൻ പറഞ്ഞുതരാം. ശരിയാണ്, നിങ്ങളുടെ തലയ്ക്കകത്തൊരു ബൾബ് കത്തിക്കാനുള്ള പവർ ഉണ്ടെന്ന് തന്നെ പറയാം. അല്പം ശ്രദ്ധയും ക്രിയേറ്റിവിറ്റിയും ഉണ്ടെങ്കിൽ ആ വെളിച്ചം ഉപയോഗിച്ച് നിങ്ങളുടെ ലോകത്തെ തന്നെ പ്രകാശിപ്പിക്കാൻ നിങ്ങൾക്ക് സാധിക്കും. അപ്പോ നിങ്ങളുടെ തലച്ചോറിലെ ആ ബൾബ് എങ്ങനെ ഓൺ ചെയ്യാം, അതിനുള്ളൊരു എളുപ്പവഴി നമുക്ക് അടുത്തതായി നോക്കാം. അപ്പോ നിങ്ങളുടെ തലച്ചോറിലെ ബൾബ് ഓൺ ചെയ്യാനുള്ള രഹസ്യം എന്താണ്? ഉത്തരം വളരെ സിമ്പിളാണ്: വ്യായാമം. അതെ, നിങ്ങൾ ശരീരം ചലിപ്പിക്കുമ്പോൾ നിങ്ങളുടെ തലച്ചോറും ഉഷാറാകും. പുതിയ കാര്യങ്ങൾ പഠിക്കാനും ചിന്തിക്കാനും അത് നിങ്ങളെ സഹായിക്കും. അടുത്തതായി നിങ്ങളുടെ ബ്രെയിൻ പവർ കൂട്ടാനുള്ള ഒരു സിമ്പിൾ ടിപ്പ് നോക്കാം. അതുകൊണ്ട് അടുത്ത തവണ ഏതെങ്കിലും ഒരു കാര്യത്തിൽ സ്റ്റക്കായേ എന്ന് തോന്നിയാൽ അവിടെ തന്നെ ഇരിക്കരുത്. എഴുന്നേറ്റ് കുറച്ചുനേരം നടക്കുക, അല്ലെങ്കിൽ ഓടുക, അതുമല്ലെങ്കിൽ ഇഷ്ടമുള്ള പാട്ട് വെച്ച് കുറച്ചുനേരം ഡാൻസ് ചെയ്യുക. എന്നിട്ട് തിരിച്ചു വന്ന് ആ പ്രശ്നത്തെ ഒന്നുകൂടി നോക്കൂ. നിങ്ങളുടെ തല പെട്ടെന്ന് തെളിയുന്നത് കാണാം. ഇതൊന്ന് പരീക്ഷിച്ചു നോക്കൂ, നിങ്ങൾ തന്നെ അത്ഭുതപ്പെട്ടു പോകും. അപ്പോ ഇന്ന് നമ്മൾ എന്തൊക്കെയാ പഠിച്ചത്? നമ്മുടെ ശരീരത്തിന്റെ ബോസ് തലച്ചോറാണെന്ന് നമ്മൾ കണ്ടു. അതിന് പല ഡിപ്പാർട്ട്മെന്റുകളുണ്ട്. ചിന്തിക്കാനും പഠിക്കാനും സെറിബ്രം, ബാലൻസിനും ഓട്ടോമാറ്റിക് കാര്യങ്ങൾക്കും സെറിബെല്ലവും ബ്രെയിൻ സ്റ്റെമ്മും, വികാരങ്ങൾക്കും ഓർമ്മകൾക്കും അമിഗ്ഡാല. പിന്നെ വ്യായാമം ചെയ്താൽ തലച്ചോറിന്റെ ശക്തി കൂട്ടാമെന്ന് നമ്മൾ പഠിച്ചു. പക്ഷേ ഏറ്റവും പ്രധാനമായി നമ്മൾ മനസ്സിലാക്കിയതെന്താണെന്നാൽ നിങ്ങളുടെ തലച്ചോറിനെയും അതുവഴി നിങ്ങളുടെ ജീവിതത്തെയും മാറ്റാനുള്ള ശക്തി നിങ്ങളുടെ കയ്യിൽ തന്നെയാണ്. അപ്പോ നിങ്ങൾ എന്തിനാ കാത്തിരിക്കുന്നേ? നിങ്ങളുടെ തലച്ചോറ് ഒരു പവർഫുൾ ടൂളാണ്. അത് ഉപയോഗിക്കേണ്ടത് നിങ്ങളാണ്. ഇന്ന് നിങ്ങളുടെ തലച്ചോറിലെ ആ ലൈറ്റ് ബൾബ് നിങ്ങൾ എങ്ങനെ ഓൺ ചെയ്യും? നിങ്ങളുടെ അഭിപ്രായങ്ങൾ താഴെ കമന്റായി അറിയിക്കുമല്ലോ. ഈ വിവരങ്ങൾ നിങ്ങൾക്കിഷ്ടമായെങ്കിൽ ലൈക്ക് ചെയ്യാനും സുഹൃത്തുക്കളുമായി ഷെയർ ചെയ്യാനും മറക്കരുത്. അടുത്തൊരു വിഷയമായി വീണ്ടും കാണാം. നന്ദി.